ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ്സ് ഓഫ് 90സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലം ആയതുകൊണ്ട് തോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളമൊക്കെ ചെളി കലങ്ങിയിട്ടാണ് പോണത്. കുറച്ച് കഴിഞ്ഞ് തെളിഞ്ഞ് വരും. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ റെഡ് അലർട്ട് ആയതുകൊണ്ട് പുറത്തു പോയിട്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല. ഇത് എൻ്റെ തന്നെ ഗ്രാമത്തിലെ ഒരു കാഴ്ചയാണ്. നമ്മുടെ അടുത്ത പാടാണിത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊരു വലിയൊരു കുളമുണ്ട്, ചാട്ടുകുളം എന്ന പേര്. ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കൊന്ന് അതുവരെ പോവാം. അപ്പം ചാട്ടുകുളം എന്ന് പറഞ്ഞത് ഈ കാണാൻ കേട്ടോ. വളരെ വിശാലമായൊരു കുളമാണിത്. ഈ കുളത്തിന് ചുറ്റും ഇങ്ങനെ നമുക്ക് നടന്നിട്ട് പോയി വരുമ്പോഴേക്കും നമ്മുടെ കുറച്ച് കലോറിയൊക്കെ കുറഞ്ഞു കിട്ടും. ഫാറ്റുള്ളവരും അല്ലാത്തവരും രാവിലെ എക്സസൈസിന് വരുന്നവർക്കൊക്കെ ഇതിന് ചുറ്റും ഒരു 2-3 റൗണ്ട് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറായിരിക്കും. അത് കഴിഞ്ഞാൽ ഈ കുളത്തിൽ തന്നെ ചാടി ഒരു കുളിയും കുളിക്കാം. ഇവിടെ കുളത്തിൻ്റെ ഇവിടെ ഉണ്ടോ, ഈ ഭാഗത്ത് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. അതിലൂടെ വെള്ളം കൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങി പോകേണ്ടതെന്ന് തോന്നും. ശ്രദ്ധിക്കണം, ഈ വഴിക്ക് വരുന്നവരും ശ്രദ്ധിക്കണം. കുളത്തിൻ്റെ ഈ ഒരു സൈഡിൽ മൊത്തം പറമ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് ചെറിയൊരു നടപ്പാതയാണ്. ഈ സൈഡിലൊക്കെ അടുത്ത സൈഡ് മൊത്തം ഒരു പറമ്പാണ്, ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പ്. ആ സൈഡിൽ ബാക്കി 2 സൈഡും റോഡാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ നടപ്പാതയും ഇതൊക്കെ വന്നിട്ട് പതിയും കാലമായിട്ടില്ല. ഈ കുളത്തിനോട് ചേർന്ന് ഇപ്പോൾ ഈ കുളത്തിന് ചുറ്റും നമുക്ക് നടന്ന് കാണാൻ പറ്റും. അതിപ്പോൾ രാവിലെ നടക്കിറങ്ങുന്നവർക്കൊക്കെ സുഖമായിട്ട് ഇതിന് ചുറ്റും നടന്നു വരാം. ഇത് ചുറ്റും നടന്നു വരുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ടാവും. ഇതാണ് ആ ക്ഷേത്രം. ഇപ്പോൾ ഈ കുളം നവീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്നത് കേട്ടോ. നല്ല പടികളും. ഇപ്പോൾ ഈ സൈഡിൽ ഇവിടെ ഇറങ്ങാം. പിന്നെ നമുക്കിതാ ആ സൈഡിലിതാ ആ ഭാഗത്ത് കണ്ട അവിടെ ഇറങ്ങാൻ സാധിക്കും. മെയിൻ റോഡാണ് കേട്ടോ പോകുന്നത്. കുന്നംകുളം ഗുരുവായൂർ ഹൈവേ ആണ് അത്. ആ ചേച്ചൻ നടക്കിറങ്ങിയതാണ് കേട്ടോ. ആളൊരു 3 റൗണ്ട് ഡെയിലി ഇവിടെ വന്ന് നടക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. കുളത്തിൻ്റെ എല്ലാ ഭാഗത്തൊന്നും നമുക്ക് ഇറങ്ങാൻ അനുമതിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 2 പടവുകളാണുള്ളത്. ഒന്ന് കാണുന്ന പടവും പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ പടവും. ഈ 2 ഭാഗത്ത് മാത്രമേ എല്ലാവർക്കും ഇറങ്ങാനുള്ള അനുമതിയുള്ളൂ. ബാക്കി എവിടെ ഇറങ്ങാനോ ബാക്കി കമ്പിയുടെ മുകളിൽ കൂടെ ചാടാനോ ഒന്നും സാധിക്കില്ല. എത്ര ആഴുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണല്ലോ. അല്ല, ഈ അച്ചാച്ചൻ നടന്നു പോകണ്ട, അവിടെ നിന്നിട്ട് നടന്നു തുടങ്ങിയിട്ടാ. ഇവിടെ നടന്ന് നമുക്ക് ക്ഷീണമായി കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കസേരകളുണ്ട് കേട്ടോ.
കണ്ട ഈ കുളത്തിൽ മുഴുവനായിട്ട് നീന്തി അടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട ആളുകൾ അവിടെ എത്താറായി, കരയ്ക്ക് എത്താറായി അവർ. ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ മീനെ കണ്ടില്ലേ, ആ സ്ഥലമാണ് ഇത്. അവിടെ ആൾക്കാർ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് മീൻ കൂട്ടായിട്ട് വരും. ഇപ്പം തീറ്റ ഇട്ട് കൊടുക്കണം, അപ്പോൾ ഒരുപാട് മീൻ വരും. നമുക്കത് കാണാം. ഇതിൽ പലതരം മീനുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഏത് മീനുകളാണാവോ? ഈ ഓറഞ്ച് കളറും വെള്ള കളർ മീനിനൊക്കെ ആൾക്കാരെ കൊടുന്നിട്ടില്ല എന്നാണ്. ഇവിടെ മീൻ പിടിക്കാനുള്ള അനുവാദം ആർക്കുമില്ല, പിടിക്കാൻ പാടില്ല എന്നാണ് ശരിക്കും. ചില സമയത്ത് ഇത് ടെൻഡർ കൊടുക്കുക ഒക്കെ ചെയ്യേണ്ടതാണ്. അല്ലാതെ നമ്മളിവിടെ ആരും ചൂണ്ടിട്ടൊന്നും കാണാറില്ല. നോക്കിയാ എന്തോരം മീനെ കൊണ്ടു നോക്കി. ഈ കുളത്തിന് ചാട്ടുകുളം എന്നുള്ള പേര് വരാനൊരു കാരണമുണ്ട്. ഇത് പണ്ട് ഇവിടെ പാറയായിരുന്നു അത്ര. അപ്പം പാറ എത്ര തല്ലിയിട്ടും പാറ പൊട്ടണില്ല. അങ്ങനെ ഏതൊരു മഹാനായ വ്യക്തി ചാട്ടവാറ കൊണ്ട് പാറ അടിച്ചു പൊട്ടിച്ചു. അങ്ങനെയാണ് ഈ കുളത്തിന് ചാട്ടുകുളം എന്നുള്ള പേര് വന്നത്. നമ്മുടെ പുതിയൊരു ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും കൂടുതൽ വീഡിയോസ് ഉണ്ടാവും. ഇനിയും ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മുടെ ഈ കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളും നമ്മൾ കാണിക്കാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.